ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഒരുപാട് കാരണന്മാരൊക്കെ കൂടി ഇങ്ങായിട്ട് വന്ന് രേവതിനെ കളിയാക്കുകയും ചിരിക്കുകയും തമാശ പറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അതിനുശേഷം വേറെ നമ്മുടെ പാറുമ്മ ഒരു പാട്ടൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവർ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ രേവതിനെ ചുറ്റി ഇരുന്നൊക്കെ കളിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നാണക്കേടായിട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും നീ നാണം കേടണ്ട, ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നിങ്ങളുടെ പേരക്കുട്ടി എന്തേന്ന് അതായത് നമ്മുടെ സച്ചിനെ ചോദിക്കുന്നുണ്ട്. സച്ചി എന്തായാലും പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് സച്ചിനെയാണ്. സച്ചിനോട് കൂട്ടുകാരന്മാരൊക്കെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ബ്രഹ്മചാരി ആയിരിക്കാൻ പാടില്ലടാ, കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരന് ഇപ്പൊ 3 കുട്ടികളായിരുന്നു. അപ്പൊ 3 കുട്ടികളോ, നിനക്കും അതൊക്കെ വേണ്ടേന്ന് പറഞ്ഞപ്പോ പറ്റില്ലടാ, കാറിന്റെ ലോൺ, കടങ്ങള്, അങ്ങനെ ഒരുപാട് ബാധ്യതകൾ ഉണ്ട്, ഞാൻ അതേ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രേവതി നല്ല പെൺകുട്ടിയല്ലേടാ, നിനക്ക് നല്ല പറ്റിയൊരു പെണ്ണ് തന്നെയാണ്, അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണം, നല്ല രീതിയിലൊക്കെ ജീവിക്കണം. മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി അവരെ മതി ഉപദേശിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പെട്ടെന്ന് ഫോൺ വരുന്നുണ്ട്. ഫോൺ വരുമ്പോ മുത്തശ്ശിന്, എടാ സമയം എത്രയായി, നിന്നോട് പറഞ്ഞിട്ടില്ല കറക്റ്റ് 6 മണിക്ക് ഇവിടെ എത്തണമെന്ന്, 5 മിനിറ്റിനുള്ളിൽ നീ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വരുന്നു പറയുന്നുണ്ട്. അതിനുശേഷം ഇല്ല പെട്ടെന്ന് തന്നെ ഞാൻ വരാമെന്ന് നമ്മുടെ സച്ചി വാക്കും കൊടുക്കുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് മുത്തശ്ശിയുടെ വീട് തന്നെയാണ്. രേവതി സുന്ദരിയായി ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. രേവതിനെ ചുറ്റും ഈ മുത്തശ്ശിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടി മണിയറയിലാക്കി വാതിലടച്ചിട്ട് വേണം അവർക്ക് പോകാൻ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവിടുത്തെ ചടങ്ങനുസരിച്ച്, മുത്തശ്ശിയുടെ വീടിന്റെ ഭാഗത്തുള്ള ചടങ്ങനുസരിച്ചാണ് എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം രേവതിയുടെ അമ്മനോട് വിളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയാൻ പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ രേവതി അമ്മനെ വിളിക്കുന്നുണ്ട്. അമ്മനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അമ്മനോട് വെള്ളത്തിൽ വീണ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് സച്ചിനായിട്ട് ഇന്ന് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അത് നടക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞുള്ളൂ. അപ്പൊ അമ്മയ്ക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ നമ്മുടെ ദേവ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിലായില്ലേ, എന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, കൺഗ്രാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, നല്ലതായി നന്നായി വരട്ടെ മോളെ, നീ ഒരു കുടുംബവും കുഞ്ഞൊക്കെ ആയിട്ട് ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ, നന്നായി ജീവിക്കണം, നല്ല നിലയിൽ വരണം, മോൾ അവനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, അവൻ നല്ലവനെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിന് രേവതിനെ രക്ഷിച്ചെന്നും പറയുന്നുണ്ട്. അവർ എൻ്റെ ജീവൻ രക്ഷിച്ചു അമ്മയെന്നൊക്കെ രേവതി നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മുത്തശ്ശി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് നേരമായിട്ട് നമ്മുടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സച്ചിനെ കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ കാറ് കൂട്ടുകാരൻ ഇങ്ങനെ കൊണ്ട് വാടക വരികയായിരുന്നു. എന്തൊട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയില്ല അതിന്. ആ സമയത്ത് പോലീസ് വന്ന് ചെക്കിങ് അതിൻ്റെ ഇടയിൽ വാടക പോയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഫ്രൂട്ട്സ് ആണ് സാറേ നശിപ്പിക്കലേന്ന് പറയുന്നുണ്ട്. പോലീസുകാർ അതാണെങ്കിൽ വലിച്ച് പറിച്ചൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുപ്പിയൊക്കെ കിട്ടുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട്. സച്ചി എന്നെ വിശ്വസിച്ച് തന്നതല്ലേ ഈ വണ്ടി, ഞാനിത് അവന് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണ്ടേ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് നിന്നിട്ട് ആ കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് ഒറ്റ വിടലാണ്. അങ്ങനെ പോലീസുകാർ പിന്നാലെ പോകും. അതിനുശേഷം സച്ചി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുകയായിരിക്കുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് കൂട്ടുകാരന്റെ ഫോൺ വരും. എടാ സച്ചി, ഒരു പ്രശ്നമുണ്ട്, വാടക വിളിച്ചിട്ട് പോയതാണ്ടാ പോണ്ടിച്ചേരിയിലേക്ക്, ചതിയായിരുന്നു അയാള്, അവര് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്, ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ മദ്യം ഉണ്ടായിരുന്നടാ, പോലീസ് പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ ചെയ്തത് തെറ്റ്, മദ്യം പോലീസ് പിടിച്ചാലും നമുക്ക് ഫൈൻ അടച്ചിട്ട് പോരായിരുന്നില്ലടാ, ഇപ്പൊ നീ ചെയ്തത് എന്ത് തെറ്റെന്നറിയോ, നീ ഇപ്പൊ ആ വണ്ടി എടുത്ത് പോകുന്നത് കൊണ്ട് കേസ് എന്റെ തലയിലാവൂല, നീ എന്ത് പണി നീ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണോടാ, എനിക്ക് ആകെ പേടിയായിട്ട് പാടില്ല, നീ പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാന്ന് പറയുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് വരണോടാ, ഞാൻ പരമാവധി വണ്ടി എവിടേക്കും മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്നെ പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് അയാൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലാക്കി തരണം, എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നിനക്ക് വീട്ടിൽ പോണ്ടേന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാണ്ട് കടാ, ഫസ്റ്റ് നൈറ്റോ, എനിക്കിപ്പൊ എന്റെ ജീവനായി കാണുന്നത് കാറാണ്, മുത്തശ്ശിയോടൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും രേവതിയോടും, നീ എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് നീ അവരോട് ചെന്ന് വിവരങ്ങളൊക്കെ പറയാൻ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിക്ക് കൂട്ടിരിക്കാൻ വന്ന വയസ്സായ അമ്മാമ്മമാരൊക്കെ ഇങ്ങനെ കണ്ണടഞ്ഞു പോകണം. രാത്രിയായി, നിങ്ങളെ പേരക്കിടാവിനെ കാണില്ലല്ലോ, ഞങ്ങൾ പോകണം, എന്റെ ഭർത്താവിന് ചോറ് കൊടുക്കണം, എന്റെ മോന് ചോറ് കൊടുക്കണം, ഞങ്ങൾ പോകണം, നിന്റെ പേരക്കിടാവ് വന്നാൽ നീ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവര് പിണങ്ങി പോകും. എല്ലാരും പോകും. നമ്മുടെ പാറുമ്മ എനിക്ക് സച്ചിനെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ്
പുറത്തേക്കും പോകും. ആ സമയത്ത് രേവതി മുത്തശ്ശിയുടെ മുന്നിലിരുന്ന് കണ്ണീര് ഒഴുക്കണ്. മുത്തശ്ശിക്ക് അറിയോ, ഇഷ്ടമില്ലാതെ തന്നെ വിവാഹം കഴിച്ചതല്ലേ, ഇതിപ്പോ മൂന്നാമത്തെ അണിഞ്ഞൊരുക്കം റൂമിലിരിക്കലാണ് ഞാൻ, ഇതിപ്പോ മുത്തശ്ശി കാരണമാണെന്ന് മാത്രം, അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിയും അച്ഛനും പറഞ്ഞിട്ട് വേണോ എന്നായിട്ട് ജീവിക്കാൻ, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നായിട്ട് ജീവിക്കേണ്ടതല്ലേ, അപ്പൊ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ഇപ്പൊ ജീവിക്കാൻ തീരുമാനിച്ചത്, അതുകൊണ്ടല്ലേ ഇപ്പൊ അദ്ദേഹം വരാഞ്ഞത്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല, മുത്തശ്ശി ദയവ് ചെയ്ത് ഇനി അദ്ദേഹത്തെ നിർബന്ധിക്കരുത് ഇതിന് വേണ്ടിയിട്ട്, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് രേവതി ഇങ്ങനെ പൊട്ടിക്കരയണ്. ആളൊരിക്കലും നന്നാവുന്നില്ല, ആൾക്ക് ആളുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കണം, ആൾക്ക് ജീവൻ ആളുടെ വണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഞാൻ ഇതിന് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് രേവതി വിഷമിക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശി എന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചെന്ന് അറിയാണ്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സച്ചിനെങ്കിൽ മുത്തശ്ശിയുടെ കോൾ എടുക്കുന്ന പോലില്ല. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ തന്നെ അവനെ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്. സച്ചിയുടെ കൂട്ടുകാരന്റെ നേരെ മുത്തശ്ശി പൊട്ടിത്തെറിക്കുന്നത്, എടാ നിന്നോട് പറഞ്ഞതല്ലേ, നീ എന്താ ഇങ്ങോട്ട് അവനെ ഇങ്ങോട്ട് വിടാഞ്ഞ, നീ അവനെ കുടിപ്പിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പറയല്ല, നാട്ടിലൊരു പ്രശ്നമുണ്ട്, സച്ചിയുടെ വണ്ടിയിൽ മദ്യം ഉണ്ടായിരുന്നു, വാടക പോയതായിരുന്നു, പോലീസ് പിടിച്ചു, ഇനി സച്ചിക്ക് കേസാവും, വണ്ടിയും കൊണ്ടുപോകും ആളെയും കൊണ്ടുപോകും, സച്ചി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ രേവതിക്ക് അത്രയും നേരം സച്ചിനെ കുറ്റപ്പെടുത്തിയതിൽ വിഷമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഞാനും പോകുന്നു നാട്ടിലേക്ക്, അദ്ദേഹത്തിന് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞപ്പോൾ, മോളെ എന്നാ ഞാൻ രവിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ, ആരെയും വിളിക്കേണ്ട രവി, അച്ഛൻ കല്യാണം പറയാൻ പോയതല്ലേ മുത്തശ്ശി, അതുകൊണ്ട് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാൻ ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി ബസ്സിലാണ്. ആ സമയത്ത് കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, എടാ സമാധാനായി, ഞാനിപ്പോ ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്താണ് വണ്ടി നിർത്തിയേക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കല്ല, പോലീസുകാർ വട്ടം വന്ന് കഴിഞ്ഞിട്ട് അയാളെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ സച്ചി ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്. എന്തായാലും സച്ചി ഇറങ്ങി വേറെ ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.